ഇടുക്കി വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. ആറ് ചാക്ക് ഏലക്കയാണ് മോഷണം പോയത്. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക വിലയിരുത്തൽ. ജോസിൽ സെബാസ്റ്റ്യൻ വിശദാംശങ്ങൾ നൽകും. ജോസിൽ, ആര്യ, ഇടുക്കി വണ്ടൻമേട് വെയർഹൌസിന് സമീപത്ത് പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിലാണ് വൻ മോഷണം നടന്നിരിക്കുന്നത്. 6 ചാക്കുകളിലായി സൂക്ഷിച്ച 300 കിലോയോളം ഏലക്കയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി ഈ മോഷ്ടാക്കൾ മോഷ്ടിച്ചിരിക്കുന്നത്. ഈ സ്ഥാപനം CCTV നിരീക്ഷണത്തിൽ ഉള്ളതാണ്. പക്ഷേ ആ ക്യാമറകളിലേക്ക് സ്പ്രേ പെയിൻറ് അടിച്ച നിലയിലായിരുന്നു. അതുമാത്രമല്ല, ഈ സ്ഥാപനത്തിൻ്റെ ഏകദേശം 100 മീറ്ററോളം ചുറ്റളവിലുള്ള എല്ലാ CCTV ക്യാമറകളിലേക്കും ഇത്തരത്തിൽ സ്പ്രേ പെയിൻറ് അടിച്ച് ദൃശ്യങ്ങൾ മറച്ച നിലയിലായിരുന്നു. അതുകൊണ്ട് ഈ മോഷ്ടാക്കൾ ആരാണ് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. ഈ സ്ഥാപനത്തിൻ്റെ ഏകദേശം അർദ്ധരാത്രി ഈ സ്പ്രേ പെയിൻറ് അടിച്ച സമയം കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം രാത്രി 1:30 ഈ മോഷണം നടന്നിരിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. ആ സമയത്തിന് ശേഷം ഈ രാവിലെ ഇന്ന് ഈ കട തുറക്കാനെത്തിയ ജീവനക്കാരാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നിരിക്കുന്നതായി കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടൻമേട് പോലീസിൽ വിവരം അറിയിച്ച് പോലീസ് അവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് ശക്തമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 ചാക്കുകളിലായി സൂക്ഷിച്ച ഏകദേശം 300 കിലോയോളം വരുന്ന 6 ലക്ഷം രൂപ വില വരുന്ന ഏലക്കയാണ് മോഷണം പോയിരിക്കുന്നത്. ആര്യ, ശരി. ഇടുക്കി വണ്ടൻമേട്ടിൽ ഏലക്ക വ്യാപാര സ്ഥാപനത്തിൽ വൻ മോഷണം. 6 ചാക്ക് ഏലക്കയാണ് മോഷണം പോയത്. 6 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായുള്ള പ്രാഥമിക വിലയിരുത്തലുമുണ്ട്. സംഭവത്തിൽ വണ്ടൻമേട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശം നൽകിയത്.